ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ടേബിൾ ഓഫ് കണ്ടൻസ്. റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാൻ, റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഇതിനു പുറമെ റിപ്പോർട്ടിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് നമ്മളെ സഹായിക്കും. മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ച് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ടേബിൾ ഓഫ് കണ്ടൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ, അതായത് വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ മാനുവലായിട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ടൈപ്പ് ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. മൈക്രോസോഫ്റ്റ് വേർഡിൽ ടേബിൾ ഓഫ് കണ്ടൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വേർഡ് ഡോക്യുമെൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 5 പേജുകളുള്ള വളരെ ചെറിയൊരു റിപ്പോർട്ടാണ് ഈ കാണുന്നത്. റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ, ആദ്യത്തെ ഹെഡിങ്, രണ്ടാമത്തെ ഹെഡിങ്, ആദ്യത്തെ സബ് ഹെഡിങ്, സബ് ഹെഡിങ്ങിന് താഴെ വീണ്ടും സബ് ഹെഡിങ്സ്. അങ്ങനെ ഈ റിപ്പോർട്ടിൽ പലയിടത്തായിട്ട് ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും കാണാം. ഇനി ഈ റിപ്പോർട്ടിലെ എല്ലാ ഹെഡിങ്സിൻ്റെയും സബ് ഹെഡിങ്സിൻ്റെയും ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഈ റിപ്പോർട്ടിൻ്റെ ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. വേർഡിലെ റെഫറൻസസ് എന്ന ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടേബിൾ ഓഫ് കണ്ടൻസ് എന്നൊരു ടൂൾ കാണാം. എന്നാൽ ഈ ടൂളിലെ ഓപ്ഷൻസ് വെറുതെ അങ്ങോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് നോക്കുക. ഞാൻ ഓട്ടോമാറ്റിക് ടേബിൾ 1 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നോക്കുക, ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നു. സ്റ്റാർട്ട് ബൈ അപ്ലൈയിങ് എ ഹെഡിംഗ് സ്റ്റൈൽ ഫ്രം ദ സ്റ്റൈൽസ് ഗാലറി ടു ദ സെലക്റ്റഡ് ടെക്സ്റ്റ്. അതായത് വേർഡിൻ്റെ സ്റ്റൈൽസ് ഗാലറിയിലുള്ള ഹെഡിംഗ് സ്റ്റൈലുകൾ ഈ ഡോക്യുമെൻറ്റിൽ അപ്ലൈ ചെയ്ത ശേഷം മാത്രമേ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. ഓക്കെ, നോ ടേബിൾ ഓഫ് കണ്ടൻസ് എൻട്രീസ് ഫൗണ്ട്. ഈ ടേബിൾ ഓഫ് കണ്ടൻസ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ടേബിൾ ഓഫ് കണ്ടൻസ്, റിമൂവ് ടേബിൾ ഓഫ് കണ്ടൻസ്. ഇനി വാർണിംഗ് മെസ്സേജിൽ കണ്ടതുപോലെ വേർഡിൻ്റെ സ്റ്റൈൽസ് ഗാലറിയിലുള്ള ഹെഡിംഗ് സ്റ്റൈലുകൾ ഈ ഡോക്യുമെൻറ്റിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹോം ടാബിൽ പോവാം. ഈ ഡോക്യുമെൻറ്റിൻ്റെ തുടക്കത്തിൽ കാണുന്നത് ഈ റിപ്പോർട്ടിൻ്റെ ടൈറ്റിലാണ്. ഈ ടൈറ്റിലിന് ടൈറ്റിൽ സ്റ്റൈൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ കാണുന്നതാണ് വേർഡിൻ്റെ സ്റ്റൈൽസ് ഗാലറി. സ്റ്റൈൽസ് ഗാലറി ഓപ്പൺ ചെയ്യുന്നു. ടൈറ്റിൽ എന്ന സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നു. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത വരിക്ക് ടൈറ്റിൽ സ്റ്റൈൽ അപ്ലൈ ചെയ്യപ്പെട്ടു. അടുത്ത ഹെഡിങ്. ഈ വരിയിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റൈൽസ്, ഹെഡിങ് 1 എന്ന സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നു. നോക്കുക, ഹെഡിങ്ങിൻ്റെ ഫോണ്ട് കളറും സൈസും ഒക്കെ മാറിയത് കാണാം. അടുത്ത ഹെഡിങ്. ഹെഡിങ് 1 എന്ന സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നു. അടുത്ത ഒരു സബ് ഹെഡിങ് ആണ്. ഹെഡിങ് 2 എന്ന സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നു. അടുത്തത് സബ് ഹെഡിങ്ങിൻ്റെ സബ് ഹെഡിങ് ആണ്. ഹെഡിങ് 3 എന്ന സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നു. അടുത്ത ഒരു സബ് ഹെഡിങ് ആണ്. ഹെഡിങ് 2, ഹെഡിങ് 1, ഹെഡിങ് 1, ഹെഡിങ് 2, വീണ്ടും ഹെഡിങ് 1. ഈ ഡോക്യുമെൻറ്റിൽ നമുക്ക് ആവശ്യമുള്ള പോർഷൻസിലെല്ലാം ഹെഡിങ് സ്റ്റൈലുകൾ അപ്ലൈ ചെയ്തു. ഇനി ഹെഡിങ്സിൻ്റെയും സബ് ഹെഡിങ്സിൻ്റെയും ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ റിപ്പോർട്ടിലെ ആദ്യത്തെ വരിയുടെ തുടക്കത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ട് ടാബിൽ പോവാം. പേജ് ബ്രേക്ക്. നോക്കുക, റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ ഒരു ബ്ലാങ്ക് പേജ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടാൽ കാണാം. ഈ ബ്ലാങ്ക് പേജിൽ ക്ലിക്ക് ചെയ്യുക. റെഫറൻസസ്, ടേബിൾ ഓഫ് കണ്ടൻസ്, ഓട്ടോമാറ്റിക് ടേബിൾ 1. നോക്കുക, റിപ്പോർട്ടിലുള്ള ഹെഡിങ്സിൻ്റെയും സബ് ഹെഡിങ്സിൻ്റെയും ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. അതായത് റിപ്പോർട്ടിൻ്റെ ടേബിൾ ഓഫ് കണ്ടൻസ് ആണിത്. മാത്രമല്ല ഈ ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും ഈ റിപ്പോർട്ടിലെ ഏതേത് പേജുകളിലാണ് വരുന്നതെന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ടേബിൾ ഓഫ് കണ്ടൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം നോക്കുക. ഈ ലിസ്റ്റിലെ ഏതൊരു ഹെഡിങ്ങിലേക്കും ഈ ടേബിൾ ഓഫ് കണ്ടൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് പോകാൻ സാധിക്കും. ഉദാഹരണത്തിന് എവല്യൂഷൻ ഓഫ് മാർവൽ മൂവീസ്. ഈ ഹെഡിങ്ങിലേക്ക് വളരെ പെട്ടെന്ന് പോകാനായിട്ട്
ഹെഡിങ്ങിന് മുകളിൽ പോയിൻ്റർ കൊണ്ടുവരിക. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിക്കുക. നോക്കുക, പോയിൻ്ററിൻ്റെ ഷേപ്പ് മാറിയത് കാണാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ഹെഡിങ്ങിലേക്ക് കഴ്സർ വന്നാൽ കാണാം എവല്യൂഷൻ ഓഫ് മാർവൽ മൂവീസ്. വീണ്ടും ഇമ്പാക്റ്റ് ഓഫ് മാർവൽ മൂവീസ് ഓൺ ഗ്ലോബൽ പോപ്പ് കൾച്ചർ. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഹെഡിങ്ങിലേക്ക് കഴ്സർ വന്നു. ഇനി ഹെഡിങ് സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രയോജനം നോക്കുക. ഈ ഹെഡിങ്ങിന് മുകളിലേക്ക് ഞാൻ പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ ഹെഡിങ്ങിന് ഇടതുവശത്തായിട്ട് ഒരു ട്രയാങ്കിൾ കാണാം. ഈ ട്രയാങ്കിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡിങ്ങിന് താഴെയുള്ള പോർഷൻ ഹൈഡ് ചെയ്യപ്പെട്ടു. വീണ്ടും ഇനി ഇങ്ങനെ ഹൈഡ് ചെയ്ത പോർഷൻസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഹെഡിങ്ങിന് ഇടതുവശത്ത് കാണുന്ന ട്രയാങ്കിളിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഹെഡിങ്ങിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ടേബിൾ ഓഫ് കണ്ടൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോട് നോക്കാം. ഉദാഹരണത്തിന് ഈ ഹെഡിങ് ഞാൻ മോഡിഫൈ ചെയ്യുന്നു. മാർവൽ DC ആക്കുന്നു. നോക്കുക, ടേബിൾ ഓഫ് കണ്ടൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഫ്യൂച്ചർ ഓഫ് ദ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നാണ് കാണുന്നത്. നമ്മൾ വരുത്തിയ മാറ്റത്തിനനുസരിച്ച് ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് റെഫറൻസസ്, അപ്ഡേറ്റ് ടേബിൾ, അപ്ഡേറ്റ് എൻറ്റയർ ടേബിൾ. ഓക്കെ, നോക്കുക, ടേബിൾ ഓഫ് കണ്ടൻസ് അപ്ഡേറ്റ് ചെയ്യപ്പെടുക കാണാം. ഇതിനു പുറമെ ഈ ടേബിൾ ഓഫ് കണ്ടൻസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോമാറ്റ് ചെയ്യാവുന്നതാണ്. ഹോം, ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു. ഫോണ്ട് സൈസ് കൂട്ടുന്നു. മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്നവർ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളും മൈക്രോസോഫ്റ്റ് വേർഡിലെ വിവിധ ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.